അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഫിഖ്ഹ് പാഠം 351. ഏതൊരാളുടെയും ജീവിത പങ്കാളി നല്ല തറവാടിത്തമുള്ള ആളുകളായിരിക്കണം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരാൾ തൻ്റെ ഇണയെ സെലക്ട് ചെയ്യുമ്പോൾ നസബ് പരിഗണിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. നസബ് പരിഗണിക്കപ്പെടുമ്പോൾ പ്രധാനമായും 2 ഘടകങ്ങളാണ് നസബിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അവരുടെ അസ്ല് മഅറൂഫായിരിക്കണം. മറ്റൊന്ന് അസ്ല് ത്വയ്യിബായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ തനിക്ക് വധുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു സ്ത്രീ തൻ്റെ വരനായി ഒരാളെ സ്വീകരിക്കുമ്പോൾ അവരുടെ തറവാട് അറിയപ്പെട്ടതാവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തറവാട് അറിയപ്പെട്ട ആളെയായിരിക്കണം ജീവിത സഖിയായി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ തറവാട് അറിയപ്പെടാത്ത അഥവാ പിതാവ് ആരാണ് എന്ന് അറിവില്ലാത്ത ജാരസന്തതികളെ പോലെയുള്ള ആളുകളുമായി വിവാഹബന്ധത്തിലേർപ്പെടുന്നത് അത്ര നന്നല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് അത് വിരുദ്ധവുമാണ്. തറവാട് അറിയപ്പെട്ടാൽ മാത്രം പോരാ, അത് നല്ലതാവുകയും വേണം. ത്വയ്യിബത്തുൽ നസബ് അതും പ്രധാനമാണ്. അതെങ്ങനെയാണ് തറവാട് നല്ലതാവുക? ഫത്ഹുൽ മുഈനിൽ കാണാം, ലിനസ്ബത്തിഹാ ഇലൽ ഉലമാഇ വസ്സുലഹാ. ആ വധുവിൻ്റെ അല്ലെങ്കിൽ വരൻ്റെ പരമ്പര ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ഒക്കെ ആകുമ്പോഴാണ് തറവാട് മഹിമയുള്ളതാണ് എന്ന് പറയപ്പെടുക. അങ്ങനെ ആലിമീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും സച്ചരിതരുടെയും ഒക്കെ കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്യുന്നതാണ് അല്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് വിവാഹിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ എടുത്തുദ്ധരിക്കുന്നത് കാണും. ലി ഖബരി തഖയ്യറൂ ലിനുത്ഫികും വലാ തദഊഹാ ഫീ ഗൈറിൽ അക്ഫാ. നിങ്ങൾ നിങ്ങളുടെ വിവാഹം, അതിനെ തുടർന്നുള്ള നിങ്ങളുടെ ദാമ്പത്യം, അതിന് നല്ല തറവാട്ടിൽ പിറന്ന ആളുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നിടത്ത് നല്ല കുടുംബത്തിൽപ്പെട്ടവരായിരിക്കണം, അത് സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വതുക്റഹു ബിന്തു സിന വൽ ഫാസിഖ്, വ്യഭിചാരത്തിലുള്ള
പെൺകുട്ടിയെ വിവാഹിക്കുന്നത്, അതുപോലെ തമ്മാടിയായിട്ടുള്ള നീചനായിട്ടുള്ള ആളിൻ്റെ മക്കളുമായി വിവാഹബന്ധത്തിലേർപ്പെടുന്നതൊക്കെ കറാഹത്ത് കൂടിയാണ്, അനഭിലഷണീയമാണ്. അങ്ങനെ ഈ കറാഹത്ത് പരിഗണിക്കാതെ വിവാഹം ചെയ്താൽ അതിനെ തുടർന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അതല്ലെങ്കിൽ തിക്തഫലങ്ങൾ, അതിൻ്റെ ഉത്തരവാദി താൻ തന്നെയായിരിക്കും. താൻ തന്നെ അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുകൂടി ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഇസ്ലാമിക ശരീഅത്ത് ഏത് വിഷയത്തിലും മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുക എന്നത് വളരെ പ്രധാനമാണ്. അതിൻ്റെ അഭാവത്തിൽ ഉണ്ടായിത്തീരുന്ന കോട്ടങ്ങളും ദോഷങ്ങളും വളരെ വലുതായിരിക്കും. ആകയാൽ നല്ല തറവാട്ടിൽ പിറന്ന ആളുകളുമായി മാത്രം വിവാഹ ബന്ധം പുലർത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.